ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഓറഞ്ച് മിൽക്ക് ഷേക്ക് കുടിച്ചാലോ? നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസ് അല്ലേ കുടിക്കാറ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം ആണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. അപ്പം ഞാനിവിടെ ഒരു 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പുറത്തുള്ള വൈറ്റ് സ്കിന്നും പുറന്തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ പകുതി എടുത്തിട്ട് നമുക്കൊരു മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ചേർക്കുന്നത്. ഞാൻ അത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ജ്യൂസ് അടിച്ചു കൊണ്ടുവരാം. ഓറഞ്ച് ഇതുപോലെ മിൽക്ക് ഷേക്ക് ആക്കി കുടിച്ചു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകത്തില്ലേ, അത് റെഡിയായി വരുമോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല തണുത്ത പാൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ മിൽക്ക് ഷേക്ക് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരെ ഇത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കയ്പില്ലായിരുന്നു. അതിനുശേഷം എന്താവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ അതിന്റെ വൈറ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടും കയ്പുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.